നമ്മൾ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രണയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണുന്ന മാത്രയിൽ പെട്ടെന്ന് ഒരാളോട് അങ്ങ് ഇഷ്ടം തോന്നും അല്ലേ. എൻ്റെ ഒരു പ്രണയ വിവാഹമായിരുന്നു. ഞങ്ങൾ 10 വർഷത്തോളം പ്രേമിച്ചിട്ട് വിവാഹം കഴിച്ചവരാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവ് വശവും എൻ്റെ അനുഭവത്തിൽ നിന്നാട്ടോ ഞാൻ പറയുന്നത്. ഇതിനകത്ത് മാറ്റം ഉണ്ടായിരിക്കാം, പലർക്കും പ്രതികരിക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ കണ്ട കാഴ്ചപ്പാടുകൾ എൻ്റെ സുഹൃത്തുക്കൾ പ്രേമിച്ചതിൽ നിന്നും ഒക്കെ ആട്ടോ ഞാൻ പറയണത്, അല്ലാണ്ട് വേറൊരു ഇതിലല്ല പറയുന്നത്. പ്രണയം എന്ന് പറയുന്നത് നല്ല ഒരു കാര്യമാണ്. പ്രണയിച്ച് വിവാഹം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ പ്രണയിക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും നമ്മൾ പല അബദ്ധങ്ങളിലും ചെന്ന് ചാടാൻ സാധ്യത കൂടുതലാണ്. അത് എല്ലാവർക്കും ഇല്ല, മിക്കവർക്കും തന്നെ പറ്റുന്ന ഒരു കാര്യമാണ് പ്രണയിക്കുന്ന സമയത്തുള്ളത്. നമ്മുടെ യഥാർത്ഥ മുഖമായിരിക്കില്ല അന്ന് കാണുന്നത്. ശരിക്കും നമ്മൾ പല പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അവരുടെ ഒറിജിനൽ സ്വഭാവം മറച്ചു വെച്ച ശേഷമായിരിക്കും പ്രേമിക്കുന്നത്. ഒറിജിനൽ നമ്മൾ ജീവിതത്തോട് അടുത്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ഒറിജിനൽ സ്വഭാവം പുറത്ത് വരുള്ളൂ അല്ലേ. പക്ഷെ ഒറിജിനൽ സ്വഭാവം പുറത്ത് കാണിച്ചെല്ലാം പറഞ്ഞ ശേഷം മാത്രമേ നിങ്ങൾ പ്രണയിക്കാവുള്ളൂ. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നുള്ള ഒരു അട്രാക്ഷന് മാത്രം പ്രണയം. ആ അട്രാക്ഷനിൽ കയറി നമ്മൾ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം ഇതെല്ലാം എൻ്റെ സ്വന്തം, ഇവളെൻ്റെ സ്വന്തം, അല്ലെങ്കിൽ ഇവൻ എൻ്റെ സ്വന്തം, എൻ്റെ മാത്രം എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് എന്താ പറയുക, സ്വാർത്ഥതയിലേക്ക് അത് വരും. അപ്പം അത് ഒരിക്കലും ശരിയല്ല. കാരണം ഈ പെൺകുട്ടിക്ക് വേറൊരാളെ കാണുമ്പോൾ ഇഷ്ടം തോന്നാം. ഇപ്പം എന്നെ ഒരാൾ പ്രേമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് വേറൊരാളോടൊരു ഇഷ്ടം തോന്നാൻ സാധ്യത കൂടുതലാണ്. അപ്പം അത് പോകും എന്ന് നമ്മൾ എപ്പോഴും വിശ്വസിക്കും. അല്ലാണ്ട് സ്വാർത്ഥതയോടുകൂടി എൻ്റെ മാത്രം എന്നും വിചാരിച്ച് ഇരിക്കരുത്. അതങ്ങനെ അന്ധമായി വിശ്വസിക്കുകയും ചെയ്യരുത്. പ്രണയിക്കുന്ന സമയത്ത് ഏത് നിമിഷം അത് മാറിപ്പോവാം. അത് ആൺകുട്ടിയാണേലും പെൺകുട്ടിയാണേലും അത് യഥാർത്ഥ പ്രണയം. ചിലപ്പോൾ ഇതിനകത്ത് ഒരാൾക്ക് ആത്മാർത്ഥമായ പ്രണയമായിരിക്കും. അയാൾക്ക് ഇവരെ വിട്ടിട്ട് ഈ പെണ്ണിനെ വിട്ടിട്ട് അല്ലെങ്കിൽ ആണിനെ വിട്ടിട്ട് ഒരു ജീവിതം അവർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്ന അവസ്ഥയായിരിക്കില്ല. അതും ഒരു തെറ്റാണ്. അങ്ങനെ ഒരു ആത്മാർത്ഥമായ സ്നേഹത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ എപ്പോഴും 2 വർഷം കൂടെ ചിന്തിക്കണം, ഇത് ഏത് സമയവും നഷ്ടപ്പെടാവുന്ന ഒന്നാണ് പ്രണയം എന്ന് ഇല്ലേ. ഏത് സമയത്ത് വേണമെങ്കിലും നഷ്ടപ്പെടാം. അത് ഏത് സമയത്തും എന്താ പറയണേ, അത് കുടുംബജീവിതത്തിലാണെങ്കിൽ പോലും അങ്ങനെ സംഭവിക്കാറില്ലേ. എപ്പോൾ വേണേലും നമ്മളെ ഇട്ടിട്ട് പോകാം. ദാമ്പത്യ ജീവിതമാണെങ്കിൽ പോലും ഇല്ലേ, ഒത്തിരി പ്രശ്നങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെയാണ് പ്രണയവും. പിന്നെ പ്രണയത്തിൽ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം എൻ്റെ എന്ന ചിന്തയോടുകൂടിയാണ് ഇവർ പ്രണയിക്കുന്നത്. പക്ഷേ കുറച്ച് കഴിയുമ്പം ഇവരുടെ ജീവിതത്തിൽ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് മാത്രം ചില പ്രണയങ്ങളും വന്നുകൂടാറുണ്ട്. ഇങ്ങനെയുള്ള ചിലരുടെ ജീവിതത്തിൽ, അതായത് ഒരു ബിസിനസ്സാക്കി എടുക്കണവർ. അതായത് പെൺകുട്ടികൾക്ക് കണ്ടതെല്ലാം വാങ്ങിക്കൊടുക്കുക, പെൺകുട്ടികൾ അതെല്ലാം ആവശ്യപ്പെടുക, അല്ലെങ്കിൽ ആൺകുട്ടികൾ ഇന്നത് ആവശ്യപ്പെടുക. കുറേ കഴിയുമ്പോൾ ഈ ബിസിനസ് കൂടി വന്നിട്ട് കയ്യിലെ പൈസകൾ മുഴുവൻ തീർക്കുന്ന, അത് വീട്ടിൽ നിന്ന് എടുത്തായിരിക്കും ചില കുട്ടികൾ കൊണ്ട് കൊടുക്കുന്നത്. അങ്ങനെയും കൂടെയുള്ള പ്രണയം ഉണ്ട്. അതും ഒരു നല്ല പ്രണയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനൊക്കെ ഒരു അതിർവരമ്പൊക്കെ 1 or 2 പ്രാവശ്യം ചെയ്യുമ്പോഴല്ല, സ്ഥിരം വീട്ടിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് പോയി അങ്ങനെയൊക്കെ ഉള്ള പ്രണയങ്ങൾ എനിക്കറിയാൻ കേട്ടോ. അതുകൊണ്ടാണ് ഞാനീ പറഞ്ഞത്. ഒത്തിരി പൈസകൾ, അതായത് ബർത്ത്ഡേക്കും ഇതിനുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിയും അതോ വില കൂടിയ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന പെൺകുട്ടികളുമുണ്ട് ആൺകുട്ടികളുമുണ്ട്. അങ്ങനെയുള്ളത് ഒന്നും ചെയ്യാതിരിക്കുക. പിന്നെ നമ്മൾ ഒന്ന് ചിന്തിക്കണം, നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് വേണ്ടി അവരുടെ ജീവിതത്തിൻ്റെ നല്ല പ്രായം മുഴുവൻ നമുക്ക് വേണ്ടി കളഞ്ഞിട്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പം അവരെ ദുഃഖിക്കുന്ന ഒന്നും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നും കൂടെ ചിന്തിക്കണം പ്രണയിക്കുന്നവർ. അതായത് പ്രണയ നൈരാശ്യം വന്നു കഴിയുമ്പം ഒരാളോട് വൈരാഗ്യമായി തീരുക, അല്ലെങ്കിൽ കൊല, ആസിഡ് ഒഴിക്കൽ, ഇങ്ങനെയുള്ള പെട്രോൾ ഒഴിക്കൽ, മണ്ണെണ്ണ ഒഴിക്കൽ എന്ന് വേണ്ട സകല ഗുലാബി സർവ്വതിലേക്കും ചെന്ന് ചാടാണ്ടിരിക്കുക. അതൊക്കെ നമ്മൾ എപ്പോഴും സൂക്ഷിച്ചും കണ്ടുവരാം. അതല്ല ജീവിതം എന്ന് മനസ്സിലാക്കുക. അതൊക്കെ ഒരു നിമിഷത്തേക്ക് മാത്രമേ ഉള്ളൂ. അത് പോയത് പോട്ടെ എന്ന് വെക്കാൻ മനസ്സ് വെക്കണം. അതിനകത്തൊന്നും അഡിക്റ്റായിട്ട് കിടക്കാണ്ടിരിക്കുക പ്രണയത്തിനകത്ത്. അത് അങ്ങനെ ഒരു കാര്യം കൂടെ ചെയ്യാം. പിന്നെ വലിയൊരു മണ്ടത്തരം കാണിക്കുന്ന പെൺകുട്ടികൾ ആൺകുട്ടികളും ഉണ്ട് കേട്ടോ. ഒപ്പം ഒരാളുമായിട്ടൊരു കോഫി ഷോപ്പിൽ പോയിരുന്ന് സംസാരിച്ചു, പ്രണയിക്കുന്നവരായിരുന്നു എന്ന് വെച്ചോ, അവർ അവിടെ വെച്ച് വേർപിരിയാൻ തീരുമാനിച്ചു. അത് കഴിയുമ്പം ബൈ പറഞ്ഞു പോയി കഴിഞ്ഞാലും ചിലർ എന്നാ കാണിക്കുമെന്ന് അറിയാമോ, അടുത്ത ദിവസം തന്നെ വേറൊരാളെ കയറി പ്രേമിക്കും. വേറൊരു ഏതാ ഊവേന്നൊന്നും അറിയാൻ മേലാത്തവരെ കയറി പ്രേമിക്കും.
എന്നിട്ട് അയാളുടെ ബൈക്കിൽ അല്ലെങ്കിൽ കാറിനകത്ത് കയറിയിരുന്ന പെണ്ണുങ്ങൾ നടക്കുന്നു, ആൺകുട്ടികളാണെങ്കിലും വേറൊരു പെണ്ണിനെയും വെച്ച് നടക്കുന്നു, ഇവരുടെ മുമ്പിൽ ഇങ്ങനെ ഷോ കാണിച്ച് നടക്കുകയാണ്. അത് അതിലും വലിയ ദൂഷ്യം ചെയ്യും. ആരാ എന്താ ഒന്നും അറിയാൻ മേലാണ്ട് നമ്മൾ വേറെ ആളുടെ മുമ്പിലേക്ക് ചെന്ന് ചാടുന്നത് അല്ലേ? അയാൾ എന്താണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അയാൾ കല്യാണം കഴിച്ചാണോ, അയാളുടെ സ്വഭാവം എന്നാ, അയാളുടെ കൂട്ടുകാരാരാ, ചീത്ത കൂട്ടുകെട്ടിപ്പെട്ടയാളാണോ, നമുക്കൊന്നും അറിയാതെ ആയിരിക്കും ചില പെൺകുട്ടികളെ ഇവനോടുള്ള വൈരാഗ്യം തീർക്കാൻ വേറൊരു ബന്ധത്തിൽ ചെന്ന് ചാടുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. അത് അതിലും വലിയ ആപത്തിലേക്കേ ചെന്ന് ചാടുകയുള്ളൂ. അങ്ങനെ പെട്ടുപോകുന്ന പെൺകുട്ടികളും ഉണ്ട്, ആൺകുട്ടികളും ഉണ്ട്, ആൺപിള്ളേരും ഉണ്ട്. പെൺപിള്ളേരെ വേറെ പെണ്ണുങ്ങളെയൊക്കെ വിളിച്ച് ബൈക്കിൻ്റെ പുറകെ കയറ്റി വെച്ചും കാറയിലും ഒക്കെ കൊണ്ടുനടന്ന് പിന്നെയും ഇതിന് പ്രതികാരം ചെയ്യുകയെന്ന് പറഞ്ഞാൽ എന്ത് പ്രതികാരം ചെയ്യാനാണ്? ഇതൊരു പ്രായത്തിൻ്റെ പക്വതയില്ലാത്ത പ്രായത്തിൽ ഓരോന്നും നമ്മൾ ചെയ്തു കൂട്ടുന്നത് ആ ഹോർമോണിൻ്റെ ഇതാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അതിൽ നിന്ന് നമ്മൾ പോട്ടെ എന്ന് വെച്ചേക്കുക. നമ്മൾ നമ്മുടെ അച്ഛനെയും അമ്മേനെയും ഓർക്കുക. അല്ലെങ്കിൽ നമ്മുടെ നല്ല സുഹൃത്തുക്കളോട് ഈ കാര്യങ്ങൾ പറയുക. നമ്മുടെ അച്ഛനോടും അമ്മയോടും പറയാൻ പറ്റുന്നത്. അതേപോലെ അച്ഛനമ്മമാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്തെങ്കിലും കേൾക്കുമ്പോൾ എടുത്തു ചാടുന്ന അച്ഛനമ്മമാർ. നിന്നെ പഠിക്കാനല്ലേ വിട്ടേ, അല്ലെങ്കിൽ നിന്നെ ഇതിനാണോടാ വിട്ടേക്കണേന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അടിയും ചോദിച്ചാൽ അടിയും കൊടുത്ത് വഴക്കും കൊണ്ടുവരിക. അതും ചെയ്യാതിരിക്കുക. അത് മക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. നമുക്ക് നമ്മുടെ മക്കളല്ലേ ഉള്ളൂ. നമ്മുടെ മക്കൾ കഴിഞ്ഞിട്ടല്ലേ വേറെ എന്തും ഉള്ളൂ നമുക്ക്. നമ്മളീ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ മുഴുവൻ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ. നമ്മൾ ഈ സർവ്വതും വെട്ടിപ്പിടിക്കണ ആർക്ക് വേണ്ടിയിട്ടാണ് എന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ ഈ സർവ്വതും നമുക്ക് എനിക്കെല്ലാം വേണമെന്നും പറഞ്ഞ് നമ്മൾ വെട്ടിപ്പിടിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ വെട്ടിപ്പിടുത്തം മുഴുവൻ നടത്തുന്നത്. അല്ലാണ്ട് ഇവർ പോലും ജീവിക്കില്ല. അത് വേറൊരു കാര്യം. ഈ മാതാപിതാക്കൾ ജീവിക്കില്ലേ. മക്കൾക്ക് എന്ന് പറഞ്ഞിരിക്കും. മക്കൾ എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേന് സർവ്വതും പോയി പൂരം ചീത്തയും പറഞ്ഞ് മക്കളെ വായി തോന്നിയ മുഴുവൻ പറഞ്ഞു ഓടിക്കുകയും ചെയ്യും. അതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോ? ഇല്ല. മക്കളോട് കൂടെ നിർത്തുക. എന്തും നമുക്ക്, അതായത് മക്കളെ കുഞ്ഞുനാൾ തൊട്ട് നമ്മുടെ സ്നേഹത്തോടെ നിർത്തുവാണെങ്കിൽ മക്കൾ എല്ലാ കാര്യവും നമ്മളോട് വന്ന് പറയും. ഉറപ്പായ കാര്യമാണ്. ഒരു പ്രേമം ഉണ്ടെങ്കിൽ ആ മക്കൾ വന്നിരുന്ന് നമ്മളോട് അമ്മ ഇന്ന രീതിയിൽ അല്ലെങ്കിൽ അച്ഛൻ ഇന്ന രീതിയിൽ പ്രേമമുണ്ട്, ഒരു പെൺകൊച്ചിനെ കണ്ടുകൂടി എന്ന് പറയും. അത് നല്ലതാണോ ചീത്തയാണോ അപ്പോൾ അച്ഛനും അമ്മയും കൂടെ ചോദിക്കുക, അതിനെക്കുറിച്ച് വിശദം അന്വേഷിക്കുക. ഇപ്പം നിന്നോട് പഠിക്കുക, അത് കഴിയുമ്പോൾ നമുക്ക് എന്നാന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറയാം. എങ്ങനെയാണെങ്കിലും കുറഞ്ഞ 2 വർഷം കൊണ്ടുനടന്ന് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് ഇട്ടിട്ട് പോകും. ഒറിജിനലാണെങ്കിൽ അത് നിൽക്കും, അല്ലാത്തതാണെങ്കിൽ പൊക്കോളും. അതോർത്ത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട. അത് പൊക്കോളും വിട്ടടിച്ച്. ഒറിജിനലാണെങ്കിൽ അത് ചിലപ്പോൾ നിലനിന്ന് കുടുംബക്കാരുമായിട്ട് ആലോചിച്ച് നമുക്ക് കല്യാണം നടത്താനും പറ്റും. അപ്പോൾ അത് സന്തോഷത്തോടെ പോകും. പോയതോർത്ത് സന്തോഷിക്കുക. പോയെങ്കിൽ സമാധാനം കിട്ടി നമുക്ക്. പോകാത്തതാണെങ്കിലോ അത് വല്ല ചീത്ത കേസുമാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്കൊരു മനപ്രയാസമായിട്ടിരുന്നേനെ അല്ലേ. ചിലർ നല്ല അടുപ്പത്തി വന്ന കാമുകന്മാരെ കുറച്ച് കഴിയുമ്പം ചെറുക്കന്മാർക്കാണേലും പെണ്ണുങ്ങൾക്കാണേലും ഒരു മടുപ്പ് തോന്നും. ഇത് നിട്ടേച്ച് പോയാൽ മതി എന്ന് തോന്നുന്ന ചില ബന്ധങ്ങളും ഉണ്ട് അങ്ങനെ. അപ്പം എന്നാ പറ്റണേ, ആ ഒരു ഇതെൻ്റെ ദൈവം ഇതെൻ്റെ തലേന്നൊന്ന് പോയായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് ഒളിച്ചും പാത്ത് നടക്കുന്ന ചെറുക്കന്മാരും ഉണ്ട്, പെണ്ണുങ്ങളും ഉണ്ട്. എന്തിന് നമ്മൾ തന്നെ വലിച്ചു വയ്ക്കുന്നല്ലേ ഓരോ കാര്യങ്ങൾ. നമ്മൾ ഒരു പരസ്പരം പറഞ്ഞൊക്കെ അറിഞ്ഞ ശേഷം മാത്രം ഇങ്ങനെയുള്ള പ്രണയത്തിലൊക്കെ ചെന്ന് ചാടാം. അബദ്ധത്തിൽ ചെന്ന് ചാടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഊരിപ്പോരാൻ ഭയങ്കര പാടാണ്. ഇനി നമ്മൾ വേർപിരിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഈ ഞാൻ പറഞ്ഞില്ല ബൈക്കിൻ്റെ പുറകിൽ കയറി നടക്കുക അങ്ങനെയൊക്കെ കാണിച്ചു. ചിലർ ഡ്രഗ്സിനൊക്കെ അടിമപ്പെടും, ചിലർ ചീത്ത കൂട്ടുകെട്ടുകളിൽ ചെന്ന് ചാടാം. ഇതൊന്നും ചെയ്യാൻ പോകരുത്. ആത്മഹത്യ, ഇതൊന്നും ഒന്നിനൊരു പരിഹാരമല്ല. നമ്മൾ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളോട് പറയുക, നമ്മുടെ മാതാപിതാക്കളോട് പറയുക, നല്ല പുസ്തകങ്ങൾ വായിക്കുക, നമ്മൾ ഏതെങ്കിലും ഒരു യാത്ര ചെയ്യുക. തനിയെ യാത്ര ചെയ്യാൻ പറ്റുമെങ്കിൽ യാത്ര ചെയ്യുക. അപ്പോഴത്തേനും ഒരു കറക്കം കഴിയുമ്പോഴത്തേനും 1 മാസം കൊണ്ട് നമ്മുടെ മനസ്സ് മാറ്റി, അല്ലെങ്കിൽ 1-2 മാസം കൊണ്ട് നമ്മൾ നമ്മുടെ പൂർവ്വസ്ഥിതിയിലേക്ക് നമ്മളെ ആക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുക. മെഡിറ്റേഷൻ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോഴും ഒക്കെ നമുക്ക് ഭയങ്കര ഹാപ്പി ഹോർമോൺ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഈ വർക്കൗട്ടൊക്കെ ചെയ്യുന്നവർക്ക് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഒത്തിരി മാറ്റം വരും. അങ്ങനെ നമ്മൾ അതിൽ നിന്ന് ഒഴിവായി പോരുക. അല്ലാതെ നമ്മൾ പരസ്പരം പഴിചാരി ഇതൊന്നും ശാശ്വതമല്ല എന്ന് ആദ്യമേ മനസ്സിലായി. ഇതൊന്നും സ്ഥിരമായി നിൽക്കുന്നതല്ല. ഈ പ്രണയം എന്ന് പറയുന്നത് സ്ഥിരമായി നിൽക്കുന്ന ഒന്നല്ല. അത് കല്യാണത്തിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അത് പിന്നെ നമുക്ക് സ്ഥിരമാകും. അതാണെങ്കിൽ ഇപ്പോൾ വിവാഹബന്ധമാണെങ്കിലും ഉറപ്പിച്ചതുപോലും മുടങ്ങിപ്പോകും നമുക്ക് കാണാൻ മേലെ. അപ്പം പ്രണയിക്കുമ്പം എല്ലാം കൊടുത്തുള്ള പ്രണയം ഒക്കെ ഒഴിവാക്കി വെക്കുക. അത് പെൺകുട്ടികൾക്കാണെങ്കിൽ ആൺകുട്ടികളാണെങ്കിലും. ഇല വന്ന് മുള്ളേ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇലയ്ക്കാന്ന് നമ്മൾ കേട്ടിട്ടില്ലേ. അതേപോലെ പെൺകുട്ടികളും സൂക്ഷിക്കുക. അത് നമ്മൾ പ്രേമിക്കുന്ന ആൾ ഏത് തരക്കാരനാണെന്ന് ഒരു കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചിലരുണ്ട് അതും മനസ്സിലാക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ പെട്ട് കഴിയുമ്പോഴായിരിക്കും മനസ്സിലാക്കുന്നത്.
അപ്പം ഇങ്ങനെയൊക്കെ ചിന്തിച്ച ശേഷവും ശരിക്കും ആലോചിച്ച ശേഷവും മാത്രമേ ഇങ്ങനെയുള്ള ബന്ധങ്ങളിലൊക്കെ ചെന്ന് ചാടാവുള്ളൂ. ചാടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗവും കൂടെ നമ്മൾ ചിന്തിച്ചിരിക്കണം. ചിലർ അന്ധമായിട്ട് ഓരോരുത്തരെയും വിശ്വസിക്കുന്നതാണ്. അങ്ങനെ അന്ധമായ ഒരു വിശ്വാസമൊന്നും പ്രണയത്തിൽ വേണ്ട കേട്ടോ. അന്ധമായിട്ട് വിശ്വസിക്കണേ കുറേ വർഷങ്ങൾ നമ്മൾ പ്രണയിച്ച ശേഷം മാത്രമേ നോക്കാം. ഞാനും എൻ്റെ ഹസ്ബൻഡുമാണ് ഈ 10 വർഷത്തെ പ്രണയത്തിന് ശേഷം ഞങ്ങൾ വിവാഹം കഴിച്ചത്. നമുക്കപ്പോൾ പരസ്പരം എല്ലാം അറിയാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും പല കാര്യങ്ങളും കല്യാണ ശേഷം ഞാൻ അറിയുന്നതും ഹസ്ബൻഡ് അറിയുന്നതും. അങ്ങനെയും വരും. എല്ലാ കാര്യങ്ങളൊന്നും ചിലപ്പോൾ തുറന്ന് പറഞ്ഞു വന്നിരിക്കില്ല. പക്ഷെ അത് വലിയ പ്രശ്നങ്ങളുള്ള കാര്യമല്ലാത്തതുകൊണ്ട് അത് നമ്മൾ സന്തോഷത്തോടെ മുന്നോട്ട് പോകും. അപ്പം നമ്മൾ എപ്പോഴും ഓർക്കണം, എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്ന സന്തോഷത്തോടെ ഇരിക്കാൻ നല്ലൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാകണമെങ്കിൽ എല്ലാം തുറന്നു പറയുന്ന ഒരു ബന്ധമായിരിക്കണം. നമ്മുടെ മാതാപിതാക്കളെ ഇത്രയും നാൾ നമ്മൾ വളർത്തിയ മാതാപിതാക്കളെ തള്ളി പറയാതിരിക്കുക. എന്തും അവരോടും കൂടെ, അവർക്ക് കുറച്ച് എക്സ്പീരിയൻസ് കൂടുതലുണ്ടല്ലോ ജീവിതത്തെക്കുറിച്ച്, അവരോടും കൂടെ പറയുക. മാതാപിതാക്കളാണെങ്കിൽ എടുത്തിയാടാണ്ടിരിക്കുക, മക്കളെ കുറ്റപ്പെടുത്താണ്ടിരിക്കുക, മക്കളെ ചേർത്ത് നിർത്തുക. എന്തെങ്കിലും പ്രശ്നത്തിൽ മക്കൾ പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ ചേർത്ത് നിർത്തുക. പിന്നെ അവർ പോവില്ല, ഉറപ്പായ കാര്യമാണ്. മാതാപിതാക്കളൊന്ന് മക്കളെ ചേർത്ത് എന്തെങ്കിലും പ്രശ്നത്തിൽ പെടുന്ന മക്കളെ ഒന്ന് ചേർത്ത് നിർത്തി നോക്കി. അപ്പം മക്കൾക്ക് മനസ്സിൽ വരും, എന്നെ ചേർത്ത് എടുത്ത എൻ്റെ അച്ഛൻ, ആ പ്രതിസന്ധി ഘട്ടത്തിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന എൻ്റെ അച്ഛനും അമ്മയാണ് അവരെ ജീവിതകാലം മുഴുവൻ അവരുടെ ജീവിതത്തിൽ ഓർത്തിരിക്കും. പിന്നെ നമ്മൾ ഇട്ടിട്ട് പോയവരോർത്ത് ഒരിക്കലും ദുഃഖിക്കരുത് കേട്ടോ. നമ്മൾ ഇട്ടിട്ട് പോയവരോർത്ത് നമ്മൾ പിന്നെ അടിച്ചു പൊളിച്ച് ജീവിച്ചോളുക. അവരെക്കുറിച്ച് ഓർക്കാനേ പോരാ. പിന്നെ നമ്മുടെ ജീവിതം ചുമ്മാ കളയാൻ വെക്കേണ്ട. നമുക്ക് നല്ലൊരു ഭാവി ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുക. നമ്മൾ വേറെ ഒരു നല്ല വിവാഹബന്ധമൊക്കെ ആണെങ്കിലും കണ്ടുപിടിച്ച് നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുക. അവരെവിടെയെങ്കിലും ഇരുന്ന് നമ്മളെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം കാണണം അല്ലേ. നമ്മൾ നന്നായിട്ട് ജീവിക്കണേ. അവർ രക്ഷപ്പെട്ടു കേട്ടോ, അവൻ്റെ കൂടെ കൂടുകയാൽ കൊള്ളായിരുന്നു, അല്ലെങ്കിൽ അവരുടെ കൂടെ കൊള്ളായിരുന്നു എന്ന് ചിന്തിക്കുന്ന രീതിയിൽ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെയാണ്. അല്ലാണ്ട് നിരാശരാകുകയേ ചെയ്യരുത്. അബദ്ധത്തിലൊന്നും പിള്ളേർ പോയി ചാടരുത്. എനിക്കും ഉണ്ടെന്ന് ഈ പ്രായത്തിലൊക്കെയുള്ള മക്കൾ, അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. അപ്പം പ്രണയം എന്ന് പറയുന്നത് നല്ല മധുരമുള്ളതാണ്. അത് കഷായം പോലെ ആക്കാണ്ടിരുന്നാൽ നല്ലത് അല്ലേ.